നമസ്കാരം. മോർണിംഗ് ബ്രീഫിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം US മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ് ക്ലോസ് ചെയ്തത്. നാസ്ഡാക്ക് 1.15% ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഡൗ ജോൺസും ഏകദേശം 0.62% ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ മാർക്കറ്റും എല്ലാ യൂറോപ്യൻ ഇൻഡൈസസും എല്ലാം തന്നെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ് എഗ്രസീവ്ലി മിക്സ്ഡ് എന്ന് പറയാവുന്നൊരു ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം പോസിറ്റീവായിട്ടുള്ള മാർക്കറ്റുകളെല്ലാം തന്നെ എഗ്രസീവ്ലി പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ളതെല്ലാം തന്നെ നല്ല രീതിയിലുള്ള നെഗറ്റിവിറ്റിയാണ് കാണിക്കുന്നത്. എസ്പെഷ്യലി കോസ്പി ഇന്ന് 1% ഡൗൺ ആണ്. അതോടൊപ്പം തന്നെ നിക്കി 2% ഡൗൺ ആണ്. നേരെ മറിച്ച് ചൈനീസ് ഇൻഡൈസസ് എല്ലാം തന്നെ 2% അപ്പായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ജക്കാർത്ത ഇൻഡൈസസ് 1% ഡൗൺ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മിക്സഡ് സെൻറ്റിമെൻറ്റ്സിലാണ് ഏഷ്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് ഇൻഡൈസസിൻ്റെ ഇന്ന് ഒരു 2% മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചൈനീസ് മാനുഫാക്ചറിങ് ഇൻഡൈസസ് നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നു എന്ന എക്കണോമിക് ഡാറ്റ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചത്. ഇന്ന് നിഫ്റ്റി ഏകദേശം ഒരു 52% അപ് ട്രെൻഡിലാണ് കാണിക്കുന്നത്. സെയിം രീതിയിലുള്ള ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റിയിൽ കാണാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം GDP ഡാറ്റ വന്നത് വളരെ ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ഏകദേശം 5 ക്വാർട്ടേഴ്സിൽ ഏറ്റവും ഹയസ്റ്റ് ലെവലായിട്ടുള്ള 7.8% ലെവലിലാണ് GDP ഡാറ്റ വന്നിരിക്കുന്നത്. അത് എക്കണോമിക്ക് ഒരു ബൂസ്റ്റ് നൽകുന്നുണ്ട്. ആ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നമുക്ക് മാർക്കറ്റിൽ കാണാവുന്നതാണ്. പിന്നീട് നമുക്ക് നോക്കാനുള്ളത് FISൻ്റെ ഫണ്ട് ഫ്ലോ ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ FIS നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നത്. ഇന്ത്യ US ട്രേഡ് താരിഫിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കൺഫർമേഷൻസ് അല്ലെങ്കിൽ കൂടുതൽ ന്യൂസുകൾ വരുന്നതിനനുസരിച്ച് മാർക്കറ്റിൽ വോളറ്റിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഒരു സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിലൊരു പോസിറ്റീവ് മൊമെൻറ്റം കിട്ടും എന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭ ട്രേഡിംഗ് ദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.